നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. നന്ദനം ആർട്ടിസ്റ്റിക് അരീന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ആചാരങ്ങളിൽ ഭസ്മം തൊടുന്നതിലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കൈകാൽ മുഖങ്ങൾ കഴുകി പൂമുഖത്തുള്ള ഭസ്മക്കൊട്ടയിൽ നിന്നും ഭസ്മം എടുത്ത് നെറ്റിയിലും കൈകളിലും കഴുത്തിലൊക്കെ അണിയുന്നു. അങ്ങനെയുള്ള മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പലർക്കും കണ്ട് പരിചയമുണ്ടാവുന്നു. ഇന്ന് ഭസ്മം തൊടുക എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസം അല്ലെങ്കിൽ ഒരു പുച്ഛമായിട്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് തോന്നുന്നത്. അതായത് രാവിലെയും വൈകുന്നേരവും നനയാത്ത ഭസ്മമാണ് നമ്മൾ നെറ്റിയിൽ തൊടുന്നത്. എന്നാൽ കുളിച്ച് കഴിഞ്ഞ് തൊടുന്നത് നനച്ച ഭസ്മമാണ്. ഭസ്മം നനച്ചിട്ട് വേണം കുളിച്ചിട്ട് തൊടാൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ആചാരം എന്ന് പറഞ്ഞാൽ നനയാത്ത ഭസ്മത്തിന് അണുനശീകരണത്തിനും നനഞ്ഞ ഭസ്മത്തിന് ഈർപ്പത്തിനെ വലിച്ചെടുക്കാനുമുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. പഴമക്കാർ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇന്നുള്ള കുടുംബങ്ങളിൽ എത്ര പേര് ഭസ്മം തൊടുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇനി നാളെ മുതൽ നമുക്കെല്ലാവർക്കും ഭസ്മം തൊട്ട് തുടങ്ങിയാലോ? എല്ലാവർക്കും എൻ്റെ ഈ അറിവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നന്ദി, നമസ്കാരം.